നമസ്കാരം. ഇന്ന് രാവിലെ വന്നിട്ടുള്ള കാരണം വെച്ചാൽ ഇന്ന് അമാവാസിയുടെ സ്റ്റാർട്ടിങ്ങാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ഓർമ്മിപ്പിക്കുകയും മാത്രമല്ല ഇന്ന് വിശേഷാൽ ഒരു നീരാഞ്ജനം വീട്ടിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു തേങ്ങയ്ക്കകത്ത് 108 തെറ്റിപ്പൂ നമ്മൾ തലയ്ക്കൊഴിഞ്ഞിട്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് പൊട്ടിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ നമ്മളോട് ബാധിച്ചിട്ടുള്ള എല്ലാ ദൃഷ്ടിദോഷവും വെളിദോഷവും ഒരു വ്യക്തിയെ ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറുവാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണത്. 108 പ്രാവശ്യം ഗുരുതിയിൽ തെറ്റിപ്പൂ മുക്കിയതിന് ശേഷം നമ്മുടെ തലയിൽ ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞ് അതിനകത്ത് അതായത് ആ തേങ്ങയ്ക്കകത്ത് ഇട്ടതിന് ശേഷം അത് അടച്ചുകൊണ്ട് വീടിൻ്റെ തെക്ക് ഭാഗത്തു കൊണ്ട് പൊട്ടിച്ചു കളയുക. വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുള്ളത് പോലെ കുറച്ച് മുളകും ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആദ്യം 3 പ്രാവശ്യം തല മുതൽ ബോഡി ഫുള്ള് ആൻറ്റി ക്ലോക്ക് വൈസിലും 3 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ തെക്ക് ഭാഗത്ത് എന്തെങ്കിലും ഒരു ചട്ടിക്കകത്ത് കുറച്ച് തീ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പുറത്ത് തീ കൂട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം അതിലിട്ട് കത്തിച്ചളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ബാധിച്ചിട്ടുള്ള ഒരു എനർജിയെ ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ക്ഷേത്രത്തിലൂടെ കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് വരുന്ന ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി മുതൽ നാളെ ഏകദേശം 12:30 ഒരു 2 മണി വരെ അമാവാസിയാണ്. ഇപ്പോൾ സൂര്യദേവമഠം കുബേരാശ്രമത്തിലെ അമാവാസി പൂജ നാളെയാണ്. കാരണം ഇവിടെ ഉച്ചയ്ക്കാണ് നമ്മൾ അമാവാസി പൂജ ചെയ്യാറ്, ശക്തി പൂജ ചെയ്യാറ്. ഉച്ചയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് കാരണം ഒത്തിരി ആൾക്കാർക്ക് വന്നു പോകുവാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ആക്കിയിട്ട്. അപ്പം നാളെ ഏകദേശം 2-3 മണി വരെ അമാവാസി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നാളത്തേക്ക് മാറ്റിയിട്ടുള്ളത്. കലണ്ടറിലും നാളെയാണ് അമാവാസി. പക്ഷേ വൈകുന്നേരം വീടുകളിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത്. മനസ്സിലായല്ലോ? വിഷയത്തിലടക്കം നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മെയ് മാസം 27-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് ഇടവ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച നാളത്തെ സൂര്യോദയം രാവിലെ 6:05 സൂര്യോദയം, വൈകുന്നേരം 6:32 സൂര്യാസ്തമയമാണ്. രാഹുകാലം 3:23 4:56 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം 12:20 12:43 മധ്യയാണ്. യമകണ്ഠ സമയം 9:11 10:44 മധ്യയാണ്. ഗുളികൻ ഉദയം 12:07 1:50 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. രോഹിണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. വിവാഹം അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം. യാത്രയ്ക്ക് നല്ലതാണ്. വസ്തുക്കൾ വാങ്ങുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ വളരെ നല്ല ഇതാണ്. നമുക്ക് ഏറ്റവും ഉപരി നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്യുവാനും പിതൃകർമ്മങ്ങൾ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. കുഴപ്പമില്ല, അത്ര എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച നാളത്തെ ദിവസം. ഞാൻ എപ്പോഴും പറയാനുള്ള മറ്റൊരു കാര്യം, ഗ്രഹത്തിലുള്ള അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജാതകം നോക്കാതെ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതകം നോക്കി തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ വന്ന് കയറിയാൽ ഭയങ്കര കലഹം ഉണ്ടാകുന്ന കുടുംബത്തിലുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ കുടുംബ കലഹം മാറുവാൻ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക എന്നത്. സുബ്രഹ്മണ്യ ഭഗവാനെയും വള്ളി സുബ്രഹ്മണ്യ ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐക്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒത്തിരി ആൾക്കാർ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ രീതിയിലുള്ള സമാധാനവും സന്തോഷമൊക്കെ അവർക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നാളത്തേക്ക് പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം
വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക. വളരെ കുടുംബത്തിനകത്ത് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. നമുക്ക് നാളത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടതുൾ ദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷമുണ്ട്, ബലിനക്ഷ ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. നാളെ അമാവാസിയും കൂടെയാണ്. അപ്പോൾ ഈ രോഹിണി 1-ാം ഇതിൽ ആണ് ആളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ സംഭവിക്കാം. അതിൽ കരിനാൾ ദോഷമുണ്ട്, ബലിനക്ഷ ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ഈ 3 ദോഷങ്ങളാണ് നാളെ ആരെങ്കിലും മരണപ്പെടുകയുണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിറക്കും തലമുറകളെയാണ് ഈ മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ കണ്ടുപോകുമ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, മൃത്യുദോഷങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാറുള്ള കാര്യം. മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ മരിച്ചതല്ലേ അങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയല്ല ചെയ്യുന്നത്. അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട്. കാരണം നമ്മുടെ പിതൃക്കളാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറേ കടമകളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത് തീർത്ത് വിട്ടില്ല എങ്കിൽ നമുക്ക് അത് പിറക്കും തലമുറകൾ ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും അല്ലേ. ഉദാഹരണം, നിങ്ങളുടെ കയ്യോ കാലോ ഒന്ന് ഒടിയുകയോ മുറിയുകയോ ചെയ്ത് എന്താ സംഭവിക്കുക? ഇത്രയിലുള്ള പോട്ടെ എന്ന് പറയും. പക്ഷേ അത് നിങ്ങളുടെ കുട്ടികൾക്ക് സംഭവിക്കുകയാണെങ്കിലോ ഒത്തിരി വേദനിക്കും നമ്മളല്ലേ. കുട്ടികളെക്കാളും പാരൻസാണത് വേദനിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ പിതൃദോഷം എപ്പോഴും അങ്ങനെയാണ്. പിറക്കും തലമുറകളെയാണ് അത് ബുദ്ധിമുട്ട്. കാരണം അതിന് മുക്തി നേടുവാനുള്ള അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മളതൊരിക്കലും ദ്രോഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അതിന് മുക്തി നേടണം. അതിന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കുറേ കർമ്മം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തൃശങ്കു സ്വർഗത്തൊക്കെ പറയുന്നത് പോലെ ഒരു മുക്തി നേടാതെ, അതായത് ആ കർമ്മത്തിൽ ഫലം നേടാതെ അവർ അലഞ്ഞു നടക്കുന്നൊരവസ്ഥയുണ്ടാവും. അത് ആ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടൊരു ഇതാണ് പിതൃദോഷമാണ് കുട്ടികൾ നഷ്ടപ്പെട്ടു പോകാം. മീൻസ് അബോർഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുക. ഈ അബോർട്ട് ചെയ്യണയൊക്കെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയിൽ അത് നിൽക്കും. നെഗറ്റീവ് എനർജി നിൽക്കുമെന്ന് പറയുന്നത്, ഒരു കുഞ്ഞായി പെട്ടെന്ന് അടുത്ത കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ രണ്ടാമത്തെ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാറ് നോർമലി പതിവാണ്. പക്ഷേ ആ സോള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് നമ്മുടെ കുട്ടികളെ തന്നെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. ഏകദേശം 2 കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരു ബീജമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത്. ശരിക്കും അപ്പോഴാണ് ജനനം. അതിനെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്ന് വയ്ക്കുന്നതുകൊണ്ടായിരിക്കും അബോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ദോഷം നമ്മൾ അപ്പോഴൊന്നും അറിയില്ല. 1 മാസമല്ലേ ആയുള്ളൂ, അല്ലെങ്കിൽ 10 ദിവസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കളയും. പക്ഷേ ആ സോള് നമ്മുടെ കുട്ടികളെ, പിറക്കും തലമുറകളെ, അവരുടെ ജോബിനെ ബാധിക്കും, അവരുടെ ലൈഫ്, അതായത് കുടുംബജീവിതത്തെ ബാധിക്കും. അവർക്ക് കുട്ടികളില്ലാതായിപ്പോവും, അവർക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാതായിപ്പോവും. ഏറ്റവും ഉദാഹരണം, അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ 4 മെമ്പേഴ്സുണ്ട്, അച്ഛനും അമ്മയും 2 കുട്ടികളെന്ന് വെച്ചോളൂ. ആദ്യത്തെ കുട്ടി പ്രസവിച്ച് രണ്ടാമത്തെ അബോർഷനായിപ്പോയി എന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണമോ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലാരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞ് എണീച്ച് പോകാൻ പറ്റും. കാരണം ഒരു സ്വസ്ഥത, ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് അവരങ്ങ് എണീച്ച് പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മറ്റേ ആ നെഗറ്റീവ് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള ആ സോളിൻ്റെ കളിയാണത്. അത് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ ചെന്ന് അന്വേഷിച്ച് നോക്കാം. എന്താ പറയുക, ഈ അല്പവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള അറിയാവുന്ന ആൾക്കാരുടെ അല്ല ഞാൻ പറഞ്ഞത്. ഈ പിതൃകർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസായിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഞാൻ വിശദമായിട്ട് ഒത്തിരി നീട്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലൊന്ന് കടന്നതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു ഗുണമുണ്ട്. കാരണം ഒന്ന് കണ്ട് ടിപ്സ് എന്ന് പറയുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നവരെ ബാക്കിൽ പോയി കാണാം. അങ്ങനെ നിങ്ങൾ കാണണ്ട, ഇടയ്ക്ക് വെച്ച് കണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു കറുത്ത തുണിക്കകത്ത് കുറച്ച് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നെന്ന് പറഞ്ഞാൽ തോടുള്ള ഉഴുന്നാണ് അത്യാവശ്യം. തോടുള്ള ഉഴുന്ന് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ തോടില്ലാത്ത ഉഴുന്നായിരുന്നാലും മതി. ഒരു പിടി ഉഴുന്നെടുക്കുക. ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പിടിയല്ല. അതിനകത്ത് ഈ കറുത്ത തുണിക്കകത്ത് വെച്ച് അതിനകത്ത് ഒരു കിഴി പോലെ കെട്ടുക. ശ്രദ്ധിക്കുക, തോടുള്ള ഉഴുന്നാണ് ബെറ്റർ. അതിനെ കിട്ടുമെങ്കിൽ ഒരു കിഴി കെട്ടിയതിന് ശേഷം നമ്മുടെ ചെറിയ ചട്ടി വീട്ടിലുണ്ടാവുമല്ലോ, ചെടിച്ചട്ടിയല്ല, കറിച്ചട്ടി, ചെറിയ ചട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചട്ടി വാങ്ങാൻ കിട്ടും.
ഒരു ചിരാതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ചട്ടി വാങ്ങിക്കാൻ കിട്ടും. ചട്ടി വിളക്ക് കത്തിക്കാൻ ഉള്ള ചട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി വിളക്ക് കത്തിക്കാനുള്ള ചട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളൊരു ചട്ടി വാങ്ങിക്കാം. തീരെ വലിപ്പമുള്ള ഈ കിഴി എണ്ണയും മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ചട്ടി വാങ്ങിക്കാം. അതിനകത്ത് എള്ളെണ്ണ ഒഴിക്കുക. എള്ളെണ്ണ കിട്ടിയില്ലെങ്കിൽ വേപ്പെണ്ണ നോർമലി എല്ലായിടത്തും കിട്ടും. എള്ളെണ്ണ കിട്ടിയില്ലെങ്കിൽ വേപ്പെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് വച്ചതിന് ശേഷം ഈ ഒരു എന്താ പറയുക, ഈ ഒരു കിഴി, ആ കിഴി കത്തിച്ച് വയ്ക്കാം. വേപ്പെണ്ണയാണ് ബെറ്റർ. എള്ളെണ്ണയും കുഴപ്പമില്ല. ഈ രണ്ടെണ്ണയിൽ ഏത് വേണോ നമുക്കത് ഉപയോഗിക്കാം. വേപ്പെണ്ണയാണെങ്കിൽ കുറച്ചൊരു സ്മെല്ല് അവിടെ ഉണ്ടാവും. പക്ഷേ ആ എനർജി കംപ്ലീറ്റ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബാധാദോഷങ്ങളോ കാര്യങ്ങളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വേപ്പെണ്ണയിൽ ഈ കത്തുന്ന ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അത് വളരെ ദൂരം മാറി നിൽക്കും. വളരെ പവർഫുള്ളാണ്. വേപ്പെണ്ണ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കും. വേപ്പെണ്ണ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും. ഇപ്പോൾ നോർമലി അല്ലെങ്കിൽ അങ്ങാടിക്കടയിലൊക്കെ വേപ്പെണ്ണ കിട്ടും. ആ വേപ്പെണ്ണയും തോടുള്ള ഉഴുന്ന് കിട്ടിയാലും നല്ലത്, ഇല്ലെങ്കിൽ തോടില്ലാത്ത ഉഴുന്നായിക്കോട്ടെ. ഇത് അല്പം വലിപ്പമുള്ളൊരു കിഴി കെട്ടി ഒരു ചട്ടിക്കകത്ത് വെച്ചതിന് ശേഷം ആ കിഴി മുക്കാൽ ഭാഗം മുങ്ങി നിൽക്കുന്നു. മുക്കാൽ ഭാഗം കിഴിയുടെ നമ്മൾ ഈ കൊളുത്തുന്ന ഭാഗം മുകളിൽ നിൽക്കണം. അത്രയും മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വേപ്പെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് കത്തിച്ചിട്ട് വീടിൻ്റെ ഉമ്മറത്ത് വയ്ക്കുക. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ വയ്ക്കുക. കത്തിത്തീരുന്നിട്ട് അവിടെ നിന്ന് കത്തിക്കോട്ടെ. ചിലപ്പം അത് രാവിലെ വരെ ഇരുന്ന് കത്തുമായിരിക്കാം. കാരണം നമ്മൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ചായിരിക്കും. ഒരു വേപ്പെണ്ണ ഒഴിക്കണമെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. പേടിക്കേണ്ട. നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഒരു വീട്ടിൽ കീടനാശിനികളൊന്നും അല്ല, ഈ കൊതുകുകളൊന്നും കടന്നു വരില്ല. അതിനുള്ളൊരു നെഗറ്റീവ് എഫക്റ്റ് അതും മാറ്റിയെടുക്കാനുള്ള കഴിവ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഇത് വീടിന് കത്തിച്ചിട്ട് വീടിന് ഒരു 3 വലത് ഒഴിഞ്ഞു കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അകത്തൊന്നും ഒഴിയേണ്ട കാര്യമില്ല, വീട്ടിൻ്റെ ഉള്ളിലൊന്നും ഒഴിയേണ്ട കാര്യമില്ല. പുറത്ത് ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ കത്തിച്ചിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞു കൊണ്ടുപോയിക്കുക. ആളി കത്തുന്ന സമയത്ത് എണ്ണ തിളയ്ക്കും. അത് കയ്യോ കാലിലോ വീണത് പൊള്ളും. അതുകൊണ്ട് ആളി കത്തുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് കൊണ്ട് ഉമ്മറത്ത് വയ്ക്കുക. കുട്ടികളെ ഒന്നും അടുത്ത് പോകാതിരിക്കുക. കാരണം എണ്ണ വെട്ടിത്തിളയ്ക്കും. ഈ തീയുള്ള എണ്ണ വെട്ടിത്തിളച്ച് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും ഈ ചട്ടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കത്തിക്കാവും. കുട്ടികളൊക്കെ മാറി ദൂരെ നിൽക്കാൻ വേണം, പൊള്ളലുണ്ടാവും. അതുകൊണ്ട് എണ്ണ വെട്ടി തിളയ്ക്കുന്നതനുസരിച്ച്, കാരണം വലിപ്പമുള്ള ചട്ടിക്കകത്തല്ലേ നമ്മൾ വയ്ക്കുന്നത്, ഈ കിഴി കത്തുമ്പോൾ ആ ചൂട് കാരണം എണ്ണ വെട്ടി തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം നിങ്ങളൊന്ന് ചെയ്യാം. നല്ലൊരു പവർഫുള്ളായിട്ടുള്ള, ഇന്ന് വൈകുന്നേരമല്ല, എല്ലാ അമാവാസിയുടെ അന്ന് വൈകുന്നേരം ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമാണിത്. മനസ്സിലായില്ലേ? ഇത് ഞാൻ ഈദ് കത്തിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. മറ്റതെല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ചട്ടി വിളക്ക് കത്തിക്കുക. ചട്ടി വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. കത്തിക്കേണ്ടത് വേപ്പെണ്ണയാണ് നല്ലത്, നല്ലെണ്ണ ഉപയോഗിക്കാം. കിഴിയിൽ വയ്ക്കേണ്ടത് തോടുള്ള ഉഴുന്നാണ് നല്ലത്, ഇല്ലാത്ത ഉഴുന്നും നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ഇത് എല്ലായിടത്തും കത്തിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ദുബായിലാണ് സാർ, ഞങ്ങൾ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കഥയില്ല. ഫ്ലാറ്റിലും ഇത് കത്തിക്കാം, വലിയ പുകയൊന്നും വരത്തില്ല. ഓക്കെ, മറ്റേത് ഒഴിഞ്ഞിടാൻ ബുദ്ധിമുട്ടാണവർക്ക് ഇങ്ങനെ കത്തിച്ചോളൂ. വീടിന് ഒഴിയണ്ട, നിങ്ങൾ വെറുതെ കത്തിച്ചങ്ങ് വെച്ചാലും മതി. വിദേശത്തുള്ള ആൾക്കാർക്ക് അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനധികം ചില സമയങ്ങളിൽ മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ. കാരണം സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് കോട്ടയത്ത് എത്തേണ്ടതാണ്. ഇപ്പം മണി ഏകദേശം 6 കഴിഞ്ഞു. കാരണം 6:10 ഇപ്പോൾ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചാലും മതി കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മെയ് മാസം 28-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവം 14-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:05 സൂര്യോദയം, വൈകുന്നേരം 6:32 സൂര്യാസ്തമയമാണ്. രാഘുലം 12:17 1:50 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം 12:20 12:43 മധ്യയാണ്. യമകണ്ഠ സമയം 7:38 9:11 മധ്യയാണ്. ഗുളികനുദയം 10:44 12:17 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മകയിരം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് വാസ്തുകർമ്മങ്ങൾക്കും വിവാഹത്തിനൊക്കെ കൊള്ളാം. സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. ആധ്യാത്മിക കാര്യങ്ങളെല്ലാം ചെയ്യാൻ, പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. യാത്രയ്ക്കൊക്കെ നല്ല ഒരു ദിവസമാണ്.
അതേപോലെ തന്നെ വസ്തു വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. മാത്രമല്ല ബുധനാഴ്ചയാണ്. വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, അറിവ്, സന്തോഷം എന്നിവയുടെ ദിവസം. നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ ബുധനാഴ്ച തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏതെങ്കിലും നമ്മൾ പുതിയൊരു വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കുമ്പോൾ, പുതിയൊരു കുട്ടികളെ പുതിയൊരു സ്കൂളിലോട്ട് ചേർക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ലത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ബുധനാഴ്ച അത്യുത്തമമാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടത്തോൾ ദോഷം, വസുപൂജ ദോഷം, കരിനാൾ ദോഷം, പെരുന്നാൾ ദോഷം, അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട്. ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട്. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ദിവസം ചൊവ്വാഴ്ചത്തെ ദിവസം 3 ദോഷമാണ്. കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം. ഈ ബുധനാഴ്ചത്തെ ദിവസം അകന്നാൾ ദോഷം മാത്രമാണ്. അത് ശ്രദ്ധിക്കുക. മരണാനന്തര ദോഷങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കണ്ടുപോയില്ലെങ്കിൽ ദോഷമുണ്ടാകും. അപ്പം നാളെ സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ നടക്കുന്ന, നാളെ ചൊവ്വാഴ്ച സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ ശക്തി പൂജ നടക്കുന്നുണ്ട്. അമാവാസി ദിവസം നടക്കുന്ന ശക്തി പൂജയാണ്. ഇവിടുന്ന് വിഷ്ണുമായ സ്വാമിയുടെ മുന്നിലാണ് ശക്തി പൂജ നടക്കുന്നത്. പൂജ കഴിഞ്ഞ് കരിശക്തി തന്നുവിടും. അത് നിങ്ങൾക്ക് അടുത്ത അമാവാസി വരെ വളരെ പവർഫുള്ളാണ്. നല്ല എന്താ പറയുക, ആ ഒരു ചൈതന്യം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. വിഷ്ണുമായ സ്വാമി എന്ന് പറയുമ്പോൾ ശിവൻ്റെയും പാർവതിയുടെയും ഒരേ ഒരു മകനാണത്. അതിനെക്കുറിച്ച് കഥകളൊക്കെ ഒത്തിരിയുണ്ട്. അത് അനുസരിച്ച് ഇനിയൊരു വീഡിയോയിൽ മുമ്പൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ അമാവാസി ദിവസം, ഇന്ന് വൈകുന്നേരമാണ് അമാവാസി. നാളെ ഇവിടുത്തെ പൂജ, നാളെ അമാവാസി ശേഷം 3 മണിയോടെ നാളെ ഉച്ചയ്ക്കാണ് ഇവിടുത്തെ പൂജ. എല്ലാവർക്കും വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. എല്ലാ അമാവാസിക്ക് ഉച്ചയ്ക്കാണ് പൂജ. അപ്പോൾ ആ അമാവാസിയുടെ പൂജയ്ക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ വരിക. പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കലശ സമർപ്പണമാണ്. കലശ സമർപ്പിച്ചാൽ കരിശക്തി തന്നുവിടും. അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് പൂജിക്കാൻ പറ്റുന്ന ഇതാണ്. വളരെ പവർഫുള്ളാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.